സുപ്രഭാതം. കഴിഞ്ഞ TBTയിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ മുദ്രാവാക്യം എന്ന് പറയാവുന്ന രീതിയിൽ പറയാവുന്ന സൂത്രവാക്യം എന്താണ് എന്ന് എവരോടും ചോദിക്കുക. കഴിഞ്ഞ TBT നിങ്ങളെവരും കേട്ടതാണ്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനത് അവതരിപ്പിച്ചത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയില്ല. പക്ഷേ അതിന്റെ മർമ്മം ഇപ്രകാരമാണ്. സൂത്രവാക്യമായി മനസ്സിലായി എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ഇത്ര മാത്രമാണ് ഞാൻ മർമ്മമായി പറഞ്ഞത്. സുരക്ഷാ ഉപകരണങ്ങൾ, സേഫ്റ്റി എക്യുപ്മെന്റ്സ്, PPE ധരിക്കുകയും വേണം. ഇനിയുള്ള സെന്റൻസാണ് പ്രതിശ്രദ്ധിക്കേണ്ടത്. അടുത്ത വാക്യമാണ് പ്രതിശ്രദ്ധിക്കേണ്ടത്. അവ ധരിക്കുകയും വേണം. ധരിച്ചിട്ടില്ല എന്ന ചിന്തയോടുകൂടി ധരിക്കുകയും വേണം. ഞാൻ ആ വാക്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതിന്റെ വിശദ വിവരങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് കാരണം ഞാൻ വിവരിക്കുന്നില്ല. ഇനിയും എന്റെ TBTകളിൽ ഞാനിത് ആവർത്തിക്കും. ആവർത്തിക്കുന്നതിന്റെ ഉദ്ദേശ്യം കേട്ടത് തന്നെ നാം ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പലപ്പോഴും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയാറുണ്ട്, അയ്യോ ഇങ്ങനെ ആയിരുന്നല്ലേ, അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ പറയാം, അയ്യോ അതെനിക്കറിയാമായിരുന്നു, ഞാൻ ആ സമയത്ത് ഓർത്തില്ല. എല്ലാ അപകടങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാം അറിയാം, പക്ഷെ ചിലതൊക്കെ മറന്നു പോകുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, അടുത്ത ഏതെങ്കിലും TBTകളിൽ ഞാനത് ഓർമ്മിപ്പിക്കും. ആ വാക്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് PPEകളിലേക്ക് കടക്കാം. PPE ധരിക്കുകയും വേണം. PPE ധരിച്ചിട്ടില്ല എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയും വേണം. നമുക്കിന്ന് PPEകളിൽ ഗോഗിൾസിനെ കുറിച്ച് സംസാരിക്കാം. ഗോഗിൾസ് എന്ന് പറയുന്നത് പലരുടെയും തെറ്റിദ്ധാരണ ഗ്രൈൻഡ് ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമെന്നാണ്. ഗ്രൈൻഡ് ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. എന്നാൽ ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ, ഫാബ്രിക്കേഷൻ ഫാക്ടറിക്കുള്ളിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഫാബ്രിക്കേറ്റർ ആവട്ടെ, ഫാബ്രിക്കേഷനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാവട്ടെ, പക്ഷെ വർക്ക്ഷോപ്പിനുള്ളിൽ കടന്നാൽ, ഫാക്ടറിക്കുള്ളിൽ കടന്നാൽ നിർബന്ധമായും കണ്ണിൽ വയ്ക്കേണ്ട ഒരു ഉപകരണമാണ് ഗോഗിൾസ്. അതിന്റെ പ്രത്യേകത, സാധാരണ കണ്ണടയിൽ നിന്ന് അതിനുള്ള വ്യത്യാസം എന്താണ്? ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്നത് ഗോഗിൾസ് അല്ല, എവർക്കും അറിയാം. കണ്ണ് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം, ചെറിയ അടുത്തുള്ള വസ്തുക്കൾ കാണാൻ ബുദ്ധിമുട്ടുള്ള കാരണം ലെൻസുള്ള കണ്ണട ഞാൻ വെച്ചിരിക്കുകയാണ്. അത് ഗോഗിൾസ് അല്ല. ഗോഗിൾസിന് വശങ്ങളിലും ഗ്ലാസിന്റെ മറയുണ്ടാവും. അതായത് ഒരു തരത്തിലുള്ള പൊടികളും കണ്ണിന്റെ ഉള്ളിലേക്ക് പോവരുത് എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു PPEകളിലെ ഒരു പ്രധാനപ്പെട്ട PPE ആണ് ഗോഗിൾസ്. അപ്പൊ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ വയ്ക്കാനുള്ളതാണെന്നുള്ള ധാരണ
പാടില്ല. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ വയ്ക്കണം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അതിനെ കൂടാതെ മാസ്ക് കൂടി, ഫേസ് ഷീൽഡ് കൂടി വയ്ക്കണം. എന്നാൽ മാത്രമേ കണ്ണിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വെച്ചാൽ പോലും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാടാണ്. സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു വാക്യമുണ്ട്, PPE എത്ര ധരിച്ചാലും അപകടം ഇല്ലാതാവുന്നില്ല, അപകടം മിനിമൈസ് ചെയ്യാനേ പറ്റുകയുള്ളൂ, കുറക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ആ ചിന്തയോടുകൂടി ഗോഗിൾസ് ഉപയോഗിക്കണം. ഗോഗിൾസ് കണ്ണിൽ നിന്നടക്കം മാറ്റി എവിടെയെങ്കിലും താഴെയൊക്കെ വെച്ചിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതാരെങ്കിലും ചവിട്ടിപ്പൊട്ടിക്കും, അതിൽ സ്ക്രാച്ചസ് വീഴും, പാടുകൾ വീഴും. രണ്ടാണ് അവിടുത്തെ പ്രശ്നം. ഒന്ന് സേഫ്റ്റി സംബന്ധമായി അത് പൊട്ടിപ്പോകുന്നു, സ്ക്രാച്ചസ് വീഴുന്നു, കാഴ്ച നശിക്കുന്നു എന്നുള്ളത്. രണ്ട്, നിങ്ങൾക്ക് ആര് ഈ ഗോഗിൾസ് സപ്ലൈ തന്നിരിക്കുന്നു? കമ്പനി തന്നിരിക്കുന്നു. കമ്പനിയുടെ ഓരോ വസ്തുവിനും വില ഉണ്ടാവണം. വില ഉണ്ടാവുന്നത് സംബന്ധിച്ച് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ അധ്വാനിക്കുന്ന ഒരു അച്ഛന്റെയും മടിയനായൊരു മകന്റെയും കഥ പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷെ അതിൽ അവസാനത്തെ വാക്യം എന്താണ്? നിങ്ങൾക്കറിയാം, അധ്വാനിയായ അച്ഛൻ മകനെ ഒരു പാഠം പഠിപ്പിക്കാൻ ആദ്യ ദിവസങ്ങളിലൊക്കെ അധ്വാനിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഒരു കോയിൻ, അത് $1 ആവാം, ₹1 ഒരു ദിർഹമാവാം, ഒരു നാണയം ഏതെങ്കിലും തരത്തിലുള്ളതാവാം, അത് കൊടുത്തിട്ട് പറഞ്ഞു കിണറ്റിൽ കൊണ്ടുപോയി കളയാൻ പറഞ്ഞു. അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കാരണം. കൊണ്ടുപോയി കളഞ്ഞു സന്തോഷത്തോടുകൂടി. അങ്ങനെ പല ദിവസം ആവർത്തിച്ചു, യാതൊരു മടിയുമില്ലാതെ കൊണ്ടുപോയി കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് ഞാൻ പോകുന്നില്ല ജോലിക്ക്, എനിക്ക് ക്ഷീണമാണ്, സുഖമില്ല, നീ പോവുക എന്ന് പറഞ്ഞു. അന്ന് ഒരു വെയിലത്ത് അധ്വാനിച്ച് കിട്ടിയ പൈസയുമായി തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് ഒരു കോയിൻ തരിക, ഒരു നാണയം തരിക, $1 തരിക, ഒരു ദിർഹം തരിക. എന്തിന്? അച്ഛൻ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ മകന് കൊടുക്കുകയായിരുന്നു, അതുപോലെ മകൻ കൊടുക്കണം. അപ്പോൾ തിരിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ തിരിച്ച് മകൻ ചോദിച്ചു, എന്തിനാണ്? അച്ഛൻ മറുപടി പറഞ്ഞു, എനിക്ക് കിണറ്റിൽ കൊണ്ടുപോയി കളയാൻ, എറിയാൻ. മകൻ കോപാക്രാന്തനായി എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, എന്താ കോപാക്രാന്തനായത്? ഒരു വെയിലത്ത് അത്യധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ പൈസ കിണറ്റിലേക്ക് എറിയാനുള്ളതല്ല എന്ന് മകന് ബോധ്യമാക്കാനായിരുന്നു. മകന് ബോധ്യമായി. മകന് ബോധ്യമാകാതിരുന്ന കാലത്താണ് അച്ഛൻ അധ്വാനിക്കുകയും അച്ഛൻ നിത്യേന ഓരോ നാണയം കൊടുക്കുമ്പോഴും ആ നാണയം കിണറ്റി കൊണ്ടുപോയി എറിഞ്ഞു കളയാൻ പറയുമ്പോഴും ക്രിക്കറ്റ് കളിക്കാരൻ ബൗൾ ചെയ്യുന്നത് പോലെ സന്തോഷപൂർവ്വം എറിഞ്ഞു കളഞ്ഞിരുന്നു. അപ്പോൾ വില എപ്പോഴാണ് ഉണ്ടാവുന്നത്? സ്വയം അധ്വാനിക്കുമ്പോൾ. അപ്പൊ സ്വയം അധ്വാനിക്കണം. അധ്വാനിക്കുന്നത് നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. കമ്പനിയും ഒരു വസ്തുവും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കമ്പനി നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതല്ല വിഷയം. ഞാനൊരു നല്ല ഫാബ്രിക്കേറ്റർ ആണെങ്കിൽ ഞാൻ മുഖേന ഒരു വസ്തുവും നശിക്കുകയില്ല. നശിപ്പിക്കാൻ അറിയാവുന്നവന്റെ പേര് ഫാബ്രിക്കേറ്റർ എന്നല്ല. അതുകൊണ്ട് കമ്പനിയെ സ്നേഹിച്ചുകൊണ്ടല്ല, കമ്പനിയിൽ നിന്ന് ശകാരം ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ടല്ല, ഞാൻ നല്ലൊരു ഫാബ്രിക്കേറ്റർ ആയത് കാരണം ഒരു വസ്തുവും എന്നിൽ നിന്ന് നശിപ്പിക്കപ്പെടില്ല എന്നുള്ള വിശ്വാസം ഉള്ളത് കാരണം, ഞാൻ ലോഹങ്ങളുടെ ഡോക്ടറായത് കാരണം, ഞാൻ ലോഹങ്ങളുടെ രാജാവായത് കാരണം, ഇനിയും ഞാൻ കൂടുതൽ നല്ല ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്നത് കാരണം, ലോഹങ്ങളുടെ ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്നത് കാരണം, ഇനിയും കൂടുതൽ ലോഹങ്ങളുടെ രാജാവാകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം
കമ്പനിയെ ഓർത്ത് പേടിച്ചിട്ടോ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടോ അല്ല. ഒരു വസ്തുവും നശിപ്പിക്കരുത്, നശിപ്പിക്കാൻ അറിയാവുന്നവന്റെ പേര് ഫാബ്രിക്കേറ്റർ അല്ല എന്നല്ല, ഉണ്ടാക്കാൻ അറിയാവുന്ന വ്യക്തിയുടെ പേരാണ് ഫാബ്രിക്കേറ്റർ എന്ന ചിന്തയോടുകൂടി ഞാൻ വർക്ക് ചെയ്യും. അപ്പോൾ സുരക്ഷയുണ്ടാവും. സുരക്ഷയോടെ ജോലി ചെയ്യാനുള്ള ഒരു ദിവസത്തെ നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഹാവ് എ സേഫ് ഡേ. സുരക്ഷിതമായ ഒരു ദിവസമായിരിക്കട്ടെ.